നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ആണവ നയവുമായി ബന്ധപ്പെട്ട് അമേരിക്കയ്ക്കും പാശ്ചാത്യ രാജ്യങ്ങൾക്കുമെതിരെ ഇറാൻ കടുത്ത നിലപാടാണ് ഇപ്പോൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഇറാന്റെ ഈ നിലപാട് ഇപ്പോൾ ഇസ്രയേലിനെതിരെയുള്ള ശക്തമായ താക്കീത് എന്ന നിലയിലാണ് കാണേണ്ടത്. ഇസ്രയേൽ വെടിനിർത്തലിന് സമ്മതിച്ചത് അവർക്ക് പലസ്തീന്റെ മണ്ണിൽ അടിതെറ്റിയതുകൊണ്ടാണ് എന്നാണ് ഇറാൻ പ്രതികരിക്കുന്നത്. 1950കളിൽ ആറ്റംസ് ഫോർ പീസ് പ്രോഗ്രാമിന് കീഴിൽ അമേരിക്കയുടെ പിന്തുണയോടെ ആരംഭിച്ച ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമായ ശാസ്ത്രീയ പര്യവേക്ഷണത്തിന് വേണ്ടിയായിരുന്നു. 1970ൽ ആണവ പ്രവർത്തനങ്ങൾ AAEA പരിശോധനയ്ക്ക് വിധേയമാക്കി ഇറാൻ ആണവ നിർവ്യാപന ഉടമ്പടി NPT അംഗീകരിച്ചിരുന്നു. എന്നാൽ 1979ലെ ഇറാനിയൻ വിപ്ലവത്തിനു ശേഷം സഹകരണം അവസാനിപ്പിക്കുകയും ഇറാൻ രഹസ്യമായി ആണവ പദ്ധതി പിന്തുടരുകയും ചെയ്തു. ഇപ്പോൾ ഇതിനെതിരെയാണ് അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഇറാനെതിരെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളും എണ്ണപ്പാടങ്ങളും ലക്ഷ്യമിട്ട് വൻ ആക്രമണം നടത്താനായിരുന്നു ഇസ്രയേൽ പദ്ധതിയിട്ടിരുന്നത്. 2015ലെ ആണവ കരാറിൽ നിന്ന് ട്രംപ് ഭരണകൂടം പിൻവലിഞ്ഞതിനു ശേഷം ഇറാൻ ആണവ പദ്ധതിയിൽ കാര്യമായ പുരോഗതി തന്നെയാണ് കൈവരിച്ചിട്ടുള്ളത്. 60% സമ്പുഷ്ടമായ യുറേനിയം ഉൽപ്പാദിപ്പിക്കുന്ന ഒരേയൊരു ആണവ ഇതര രാജ്യമാണ് ഇറാൻ. കൂടാതെ 3 ബോംബുകളെങ്കിലും നിർമ്മിക്കാൻ ആവശ്യമായ ആയുധ നിലവാരമുള്ള ആണവ ഇന്ധനം ഇറാന്റെ കൈവശമുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. നിരവധി ചർച്ചകളും ഊഹാപോഹങ്ങളും തുടരുന്ന ഇറാന്റെ ആണവ പദ്ധതി പതിറ്റാണ്ടുകളായി രാജ്യാന്തര സംഘർഷത്തിന്റെ കേന്ദ്രബിന്ദു തന്നെയാണ്. ഇപ്പോൾ ഇറാനെതിരെ UN വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയാൽ ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനുള്ള നിരോധനം അവസാനിപ്പിക്കുമെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി സെയ്ദ് അബ്ബാസ് അറാക്ചി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള വൈദഗ്ധ്യവും ശേഷിയും ഇറാന് നേരത്തെ ഉണ്ടായിരുന്നുവെന്നും എന്നാൽ മറ്റു രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് ഇതുവരെ ഭീഷണിയായിട്ടില്ല എന്നും അദ്ദേഹം പറയുന്നു. ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ നൽകുന്നത് തുടരാൻ തന്നെയാണ് ഇറാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നും അറാക്ചി അറിയിച്ചു. ഇറാൻ വളർത്തിയെടുത്ത ഭീകര സംഘടനയാണ് ഹിസ്ബുള്ള. വർഷങ്ങളായി കര, കടൽ, വ്യോമ ഇടനാഴികൾ വഴി ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ കൈമാറിയിട്ടുമുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഡ്രോണുകളുടെയും മിസൈലുകളുടെയും ആയുധ ശേഖരം ഇറാൻ രംഗത്തിറക്കിയതായി US ഡിഫൻസ് ഇന്റലിജൻസ് ഏജൻസി 2022ൽ റിപ്പോർട്ട് ചെയ്തു. ഇറാന്റെ ഏറ്റവും വലിയ കയറ്റുമതി 2022 ഓഗസ്റ്റിൽ ഉക്രൈനിലെ ഉപയോഗത്തിനായി റഷ്യയ്ക്ക് നൽകിയ ലോങ് റേഞ്ച് ഷാഹേദ് 136 മറ്റ് ഡ്രോണുകൾ, ഹ്രസ്വ റേഞ്ച് മൊഹാജർ 6 ആക്രമണ ഡ്രോണുകളുമാണ്. മറ്റ് യുദ്ധമേഖലകളിൽ ടിഗ്രയാൻ വിമതർക്കെതിരായി ഉപയോഗത്തിനായി 2021ൽ ഇറാൻ എത്യോപ്യയ്ക്ക് ഡ്രോണുകൾ വിറ്റിരുന്നു. യമനിലെ ഹൂതി വിമതർക്ക് അസംബിൾ ചെയ്യാത്ത ഡ്രോണുകളും ഡ്രോൺ ഘടകങ്ങളും സൗദിയുടെ നേതൃത്വത്തിലുള്ള സഖ്യത്തിനെതിരെ ഉപയോഗിക്കുന്നതിന് നൽകിയിരുന്നു. ഇത് 2014ൽ ഒരു രഹസ്യ ഓപ്പറേഷൻ ഇതിനായി ആരംഭിച്ചിരുന്നു എന്ന് നദീമി പറഞ്ഞു. 2008ൽ തന്നെ സുഡാൻ പീപ്പിൾസ് ലിബറേഷൻ മൂവ്മെന്റിനും ഡാർഫറിലെ മറ്റു വിമതർക്കുമെതിരായി ഇറാന്റെ അബാബിൽ 3 വിന്യസിച്ചിരുന്നു. പ്രാദേശികമായി ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യയും സഖ്യകക്ഷികൾക്ക് ഇറാൻ നൽകിയിട്ടുണ്ട്. 2015ലെ ആണവ കരാറിൽ ഇറാൻ ഒപ്പുവെച്ചതിനെ തുടർന്ന് അന്ന് പിൻവലിച്ച ഉപരോധങ്ങൾ വീണ്ടും ഏർപ്പെടുത്തുമെന്ന വിവരങ്ങൾ പുറത്തുവന്നതോടെയാണ് ഇപ്പോൾ മുന്നറിയിപ്പുമായി അറാക്ചി രംഗത്തെത്തിയിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുമായി മെച്ചമുള്ള ബന്ധം പിന്തുടരുന്നതിനിടെ ഇറാന്റെ സമ്പദ്വ്യവസ്ഥ മെച്ചപ്പെടുത്തുമെന്ന വാഗ്ദാനത്തിൽ ഈ വർഷം തെരഞ്ഞെടുക്കപ്പെട്ട ഇറാന്റെ പരിഷ്കരണവാദിയായ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറാക്ചിയെ വിദേശകാര്യമന്ത്രിയായി നിയമിച്ചിരുന്നു. 2015ലെ കരാറിന്റെ ഭാഗമായി ഇറാൻ തങ്ങളുടെ ആണവ പ്രവർത്തനങ്ങൾ നിർത്തിവച്ചിരുന്നു. അതിനുപകരം സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ സമ്മതിക്കുകയും ചെയ്തു. പിന്നീട് അമേരിക്കയും മറ്റു ചില രാജ്യങ്ങളും ഇതിനെ എതിർക്കുകയായിരുന്നു. അമേരിക്കയുടെ ഈ നിലപാട് എല്ലായിടത്തും തർക്കങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. ബ്രിട്ടൻ, ജർമ്മനി, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളുമായി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ കഴിഞ്ഞയാഴ്ച നടന്ന ചർച്ചകൾക്ക് ശേഷം യൂറോപ്യൻ രാജ്യങ്ങൾ ഇറാനെതിരെ അണിനിരന്നുവെന്ന് താൻ വിശ്വസിക്കുന്നുവെന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നത്. AAEA ഡയറക്ടർ മുമ്പ് കൊണ്ടുവന്ന പ്രമേയപ്രകാരം ഇറാൻ തങ്ങളുടെ യുറേനിയം സമ്പുഷ്ടീകരണം 60% പരിമിതപ്പെടുത്താനും 4 ന്യൂക്ലിയർ ഇൻസ്പെക്ടർമാർക്ക് ഇറാന്റെ ആണവ സൈറ്റുകൾ സന്ദർശിക്കാൻ അനുമതി നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ പ്രമേയത്തിനെതിരെയാണ് ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരിക്കുന്നത് എന്നാണ് അറാക്ചി പറഞ്ഞത്. IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയുടെ നിലപാട് സമാധാനം കാത്തുസൂക്ഷിക്കാനുള്ള ശ്രമമായിരുന്നു. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ കടുത്ത നിലപാടിനെ തുടർന്ന് അത് പരാജയപ്പെട്ടു. UN-ഉം പാശ്ചാത്യ ശക്തികളും വീണ്ടും കടുത്ത ഉപരോധങ്ങൾ നടപ്പിലാക്കിയാൽ അതിന്റെ ദീർഘകാല പ്രത്യാഘാതങ്ങൾ ഗൗരവമായിരിക്കുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി.
ഇതേസമയം ആണവായുധങ്ങൾ കൈവശം വയ്ക്കുന്നതിനെതിരായ ഫത്വ തൽക്കാലം ആത്മീയ നേതാവിന് മാത്രമേ റദ്ദാക്കാൻ കഴിയൂ എന്ന് ഇറാനിയൻ വിദേശകാര്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇറാൻ റഷ്യയ്ക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ നൽകിയിട്ടില്ല എന്നും എന്നാൽ റഷ്യയുമായി അടുത്ത സൈനിക സഹകരണം നടത്തുന്നത് നിയമാനുസൃതമാണെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. മലയാളി വാർത്ത ഇൻസൈഡ്.